Today we are going to discuss a new topic, electromagnetic waves in conductors. Electromagnetic waves in conductors. ഇപ്പം വാക്വം അല്ലെങ്കിൽ ഒരു ഇൻസുലേറ്റിംഗ് മീഡിയ അങ്ങനെയുള്ള ഒരു കേസാണ് നമ്മൾ തൊട്ട് മുമ്പുള്ള എല്ലാ കാര്യവും പഠിച്ചത്. അല്ലെങ്കിൽ അവിടുത്തെ ഫ്രീ ചാർജ് ഡെൻസിറ്റി 0 ആയിരുന്നു. ഓക്കെ, നൗ we want to consider a conductor. In the case of a conductor, actually there is free charge density is present. Let rho f, rho യുടെ suffix f ഇടണേ, rho f is the free charge density in a conductor. And JF, J നേരത്തെ പഠിച്ചോർക്കുന്നുണ്ടോ? J ഏതിന്റെ റെപ്രസെന്റേഷൻ ആണ്? കറണ്ട് ഡെൻസിറ്റിയുടെ. ആൻഡ് JF is the free current density in a conductor. ഇനി ഒരു വാക്കുവാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ വാല്യൂ എന്നാകുമെന്ന് ഞാൻ പറഞ്ഞു. ലിജിന, ഒരു വാക്കുവാണെങ്കിൽ റോ എഫിന്റെയും JF-ന്റെയും വാല്യൂ എന്തായിരിക്കും? In vacuum, rho f or JF that is equal to 0. അവിടെ ഒരു ചാർജ് ഡെൻസിറ്റി ഇല്ല, അല്ലെ കറണ്ട് ഡെൻസിറ്റി ഇല്ല, അതൊരു ഇൻസുലേറ്റിംഗ് മീഡിയ. ഇൻസുലേറ്റിംഗ് മീഡിയ ഓർ വാക്വം ഏതെടുത്താലും അതിന്റെ കേസ് അങ്ങനെയാണ്. നൗ ഈ അക്കോർഡിംഗ് ടു ഓംസ് ലോ, ജെയുടെ ഇക്വേഷൻ അറിയാവോ? J is equal to sigma into E. പഠിച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ. J is equal to sigma E. Here J is JF or free current density is equal to sigma into E, where sigma is the conductivity. ഇങ്ങനെയാണ് അതിനകത്ത് ഓംസ് ലോ പറയുന്നത്. J directly proportional to E, J equal to a constant into E, J is equal to sigma E, where sigma is the conductivity, resistivity reciprocal. The reciprocal of the resistivity or sigma is the conductivity. Here it is considered as an empirical constant. ഇവിടെ എടുക്കുന്ന കോൺസ്റ്റന്റ് ആണ് ഈ പറയുന്ന സിഗ്മ. അങ്ങനെയെങ്കിൽ നമ്മുടെ മാക്സ്വെൽസ് ഇക്വേഷൻ ഏതൊക്കെയാണ്? മാക്സ്വെൽസ് ഇക്വേഷൻസ് പറഞ്ഞ് ആര്യ. മാക്സ്വെൽസ് ഇക്വേഷൻ del dot E equal to rho by epsilon 0, del dot B is equal to 0, del cross E equal to minus dou B by dou T, del cross B is equal to mu 0 J plus mu 0 epsilon 0 dou E by dou T. ഇതാണ് മാക്സ്വെൽസിന്റെ നമ്മൾ ആദ്യം എഴുതിയ ഫണ്ടമെന്റൽ ഇക്വേഷൻ. ഇനി ഇവിടെ നമുക്ക് ഏതാ എടുക്കേണ്ടത്? മാക്സ്വെൽസ് ഇക്വേഷൻ ഫോർ എ കണ്ടക്ടർ. ഇതൊരു കണ്ടക്ടറിന്റെ കേസിൽ വരുമ്പോൾ ഇതിന് എന്തൊക്കെ വ്യത്യാസം വരും? എന്തൊക്കെ വ്യത്യാസം വരും നമ്മൾ പറഞ്ഞത്? റോ എന്ന് പറയുന്നത് റോ എഫ് ആയിരിക്കും അല്ലേ? റോ എന്ന് പറയുന്നത്, അപ്പം ആദ്യത്തെ ഇക്വേഷൻ ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ എഫ് ബൈ എപ്സിലോൺ. ഒരു മീഡിയ അല്ലേ, അപ്പൊ എപ്സിലോൺ 0 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, എപ്സിലോൺ 0 വാക്വത്തിലായിരുന്നു. സോ ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ സഫിക്സ് എപ്സ് ബൈ എപ്സിലോൺ. Del dot B is equal to 0. Del cross E is equal to minus dou B by dou T. എങ്കിൽ del cross B പറഞ്ഞ ആരേലും ആദ്യത്തെ ടൈം എങ്ങനെയാവും? del cross B ആര്യ
ആരോട് ഒന്ന് ചോദിച്ചല്ലേ? അശ്വതി, ഡെൽ ക്രോസ് ബി പറഞ്ഞേ. ഡെൽ ക്രോസ് ബി ഈക്വൽ ടു മ്യൂ ജെ എഫ് പ്ലസ് നിൽക്കാം. മ്യൂ ജെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിലെ മുഴുവൻ ഇക്വേഷൻ വീണ്ടും എഴുതേണ്ടി വരും. മ്യൂ സിഗ്മ ഇ അല്ലേ? അവിടെ ഇതിനൊരു ഇക്വേഷൻ കൊടുത്തായിരുന്നു. നമ്മൾ 44 വരെ എഴുതിയേക്കുന്നത്. ഇതിനെ 45 എടുത്തു. അപ്പോൾ കുഴപ്പമില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 45 ഫോർ ഹിയർ ജെ. സോ മ്യൂ സിഗ്മ ഇ പ്ലസ് മ്യൂ എപ്സിലോൺ ഇ എപ്സിലോൺ into dou E by dou T. Because we considering it is in the case of media, so it's not be equal to epsilon 0 or mu 0, and also we substituted J is equal to sigma into. Okay, വളരെ എളുപ്പമല്ലേ? It is actually the Maxwell's equation for a conductor. Now consider, നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒരു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് നമ്മൾ ഡിഗ്രിയിലൊക്കെ പഠിച്ചിട്ടുള്ള മാക്സ്വെൽസിന്റെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എനിക്ക് തോന്നുന്നു ആംബിയേഴ്സ് തിയറം. നമ്മുടെ മാക്സ്വെൽസിന്റെ ലാസ്റ്റ് വൺ ആംബിയർ ലോയുടെ ഇതാണ്. അപ്പം ആംബിയേഴ്സ് തിയറം അതിനൊരു കറക്ഷൻ വരുത്താൻ വേണ്ടി ഫ്രീ ചാർജിന്റെ കേസിൽ, ഇൻ ദ കേസ് ഓഫ് ഫ്രീ ചാർജ്, മാക്സ്വെൽസ് അസ്യൂംഡ് ദാറ്റ് ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡോ റോ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെ എടുത്തായിരുന്നു. ഇതാണ് ആക്ച്വലി ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡോ റോ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു 0. ഇവിടെ നമ്മളുടെ എങ്ങനെയാവും? അപ്പം ഡെൽ ഡോട്ട് ജെന് പകരം എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? ജെ എഫ്, ശരിയല്ലേ? ജെ എഫ് ഈക്വൽ ടു മൈനസ് ഡോ റോ എഫ് ബൈ ഡോ ടി. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാൻ വേണ്ടി എഴുതിയതാണ്. ഇവിടുന്ന് എഴുതി തുടങ്ങിയാലും മതി. ഈസ് ഇക്വേഷൻ നമ്പർ 46. കൺസിഡർ ദ മാക്സ്വെൽസ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി for a conductor, then that become del dot jf is equal to minus dou rho f by dou t. ഇനി jf ന്റെ വാല്യൂ എന്നാ മുമ്പേ പറഞ്ഞ്? jf ന്റെ വാല്യൂ എത്രയായിരുന്നു? അർത്ഥന del dot jf ന്റെ അല്ലേ? sigma e equal to മൈനസ് ഡോ റോ എഫ് ബൈ ഡോ ടി അല്ലെ? നമ്മൾ എന്നാ ചെയ്തു? ജെയ്ക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. മനസ്സിലാകഴിയൊന്നുമില്ലല്ലോ. ഞാൻ ഈ നെഗറ്റീവിന് ഇപ്പുറത്തോട്ട് എടുക്കുവാണ്. ടെക്സ്റ്റ് കിടന്ന ഇക്വേഷൻ പോലെ എനിക്ക് കിട്ടാൻ വേണ്ടിയാണ്. അല്ല, നെഗറ്റീവ് അവിടെ കിടക്കട്ടെ. ഇതിന് വേണം നമുക്ക് സിഗ്മ ഇൻറ്റു ഡെൽ ഡോ ടി എന്ന് എഴുതില്ലേ? സിഗ്മനെ പുറത്തേക്ക് എടുത്തിട്ട് ഡെൽ ഡോ ടി ഈക്വൽ ടു മൈനസ് ഡോ റോ എഫ് ബൈ ഡോ ടി എന്ന് കൊടുത്തു. ഇനി ഈ ഡെൽ ഡോ ടി മാക്സ്വെൽസിന്റെ ഫസ്റ്റ് ഇക്വേഷൻ അനുസരിച്ച് എന്നായിരുന്നു ഡെൽ ഡോ ടിയുടെ വാല്യൂ? ഡെൽ ഡോ ടിയുടെ വാല്യൂ എന്നായിരുന്നു കീർത്തി? ഡെൽ ഡോ ടി റോ എഫ് ബൈ എപ്സിലോൺ അല്ലായിരുന്നു? നോക്കിയേ മാക്സ്വെൽസ് ഇക്വേഷന്റെ ആദ്യം. കീർത്തിക്ക് കേൾക്കാവോ? ഹലോ. സോ സിഗ്മ ഇൻറ്റു റോ എഫ് ബൈ എപ്സിലോൺ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ റോ എഫ് ബൈ ഡോ ടി, ഓർ ഡോ റോ എഫ് ബൈ ഡോ ടി അല്ലെങ്കിൽ ഡോ ബൈ ഡോ ടി ഓഫ് റോ എഫ്
ഈക്വൽ ടു മൈനസ് അങ്ങ് കൊടുത്താൽ മൈനസ് സിഗ്മ ബൈ എപ്സിലോൺ ഇൻറ്റു റോ എഫ് ആയിരിക്കും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 47. അതായത് ഇതൊരിപ്പം ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കി. അങ്ങനെയെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് കണ്ടക്ടർ, എല്ലായിടത്തും ഒരുപോലെയാണ് ചാർജ് ഡെൻസിറ്റി കിടക്കുന്നതെങ്കിൽ, ദിസ് സൊല്യൂഷൻ ഓഫ് ദിസ് റോ എഫ് അല്ലെ ചാർജ് ഡെൻസിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നതിനാണ് ഇത് ചെയ്തത്. ആൻഡ് റോ എഫ് at any time t is obtained as e raised to minus sigma by epsilon, e raised to minus sigma by epsilon into t into charge density of free charge density at time 0. So this is the solution of this equation. ഇനി ഇവിടുന്ന് അദ്ദേഹം രണ്ട് കാര്യം പറഞ്ഞു. ഇവിടെ സിഗ്മ ബൈ എപ്സിലോണെ, അതായത് കണ്ടക്ടിവിറ്റി ബൈ പെർമിറ്റിവിറ്റിനെ അദ്ദേഹം ടോ കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. അതിനെ വിളിച്ച പേരാണ് ക്യാരക്ടറിസ്റ്റിക്സ് ടൈം. ക്യാരക്ടറിസ്റ്റിക് ടൈം. ഇനി ഈ സിഗ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോക്കി, ഒരു ഗുഡ് കണ്ടക്ടർ ആകണമെങ്കിൽ ഇത് ഇ റൈസ് ടു മൈനസ് അല്ലേ. ഇ റൈസ് ടു മൈനസ് എന്ന് പറയുമ്പം എക്സ്പോണൻഷ്യലി കുറഞ്ഞു പോവുക. അപ്പൊ കുറഞ്ഞു പോവുക എന്ന് പറയുമ്പം നമുക്ക് രണ്ട് രീതി പറയാം. ഇത് കുറയണമെങ്കിൽ, അതായത് എക്സ്പോണൻഷ്യൽ മൈനസ് വാല്യൂ നെഗറ്റീവ്, അപ്പൊ ഇത് മാക്സിമം ആയിരിക്കും, അല്ലെങ്കിൽ സിഗ്മ മാക്സിമം ആയിരിക്കും. When sigma is maximum, then it will be a good conductor. അല്ലെങ്കിൽ നമുക്കറിയാം കണ്ടക്ടിവിറ്റി കൂടിയാൽ അത് നല്ല ഒരു കണ്ടക്ടർ ആയിരിക്കും. അപ്രോക്സിമേറ്റ്ലി മാക്സിമം എന്ന് പറയുമ്പോൾ വേണം നമുക്ക് പറയാം, അല്ലെങ്കിൽ സിഗ്മ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി, അതായിരിക്കും ഏറ്റവും നല്ല കണ്ടക്ടർ എന്ന് പറയും. അതായത് മാക്സ്വെല് ഇക്വേഷൻസ് എടുത്തു, കണ്ടക്ടറിന്റെ കേസിലെടുത്തു, അതിനകത്ത് നിന്ന് നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി റീകോൾ ചെയ്തു, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിനെ സോൾവ് ചെയ്തു, ഒരു ഇക്വേഷനിലെത്തി. ആ ഇക്വേഷൻ ഒരു ടേമിനെ ക്യാരക്ടറിസ്റ്റിക് ടേം ടോ എന്ന് വിളിച്ചു. ഇനി പറയാണ് അതിനകത്ത് സിഗ്മ മാക്സിമം ആയിരിക്കണം. സിഗ്മ അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി മാക്സിമം ആകുമ്പം ദാറ്റ് വിൽ ബി എ good conductor, and for good conductor tau equal to 0. അടുത്തൊരു കണ്ടീഷൻ പറഞ്ഞാണ്, and for a good conductor tau equal to 0. സിഗ്മ ബൈ എപ്സിലോൺ 0 ആയിരിക്കും. ടോയുടെ വാല്യൂ ഒരു ഗുഡ് കണ്ടക്ടറിന് 0 ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ സിഗ്മ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പം നമുക്ക് പറയാം അതൊരു ഗുഡ് കണ്ടക്ടറാണ്. അങ്ങനെയുള്ള ഒരു കണ്ടക്ടറിലൂടെയാണ് നമ്മളുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ പ്രൊപ്പഗേഷൻ നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നൗ കൺസിഡർ, ഇപ്പൊ നമ്മൾ പറഞ്ഞു റോ എഫ് എന്ന് പറയുന്ന ഒരു ഫ്രീ ചാർജ് ഡെൻസിറ്റി അതിനകത്തുണ്ടെന്ന്. അങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്ത് തുടങ്ങിയത്. ഇനി നമ്മൾ എഴുതാൻ പോവാണ്, കൺസിഡർ ദ വേവ് ഇക്വേഷൻ. പ്രൂവ് ചെയ്യാൻ പോണേ ഉള്ളൂ. Consider the wave equation in which the free charge density becomes 0. Free charge density ടേം ഏതായിരുന്നു? അശ്വതിക്കായിരുന്നു കേൾക്കത്തില്ല എന്നാണ്. ഫ്രീ ചാർജ് ഡെൻസിറ്റിയുടെ ടൈം ഏതാ? സിഗ്മ എഫ്. ഈശ്വര, റോ എഫ്. റോ എഫ് 0 ആണെങ്കിൽ അഗെയിൻ മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറഞ്ഞ മുമ്പ് എഴുതിയ മാക്സ്വെൽസ് ഇക്വേഷൻ del dot t equal to 0. വെരി ഗുഡ്. del dot E equal to 0.
ഡെൽ ക്രോസ് ഇ ഇസ് ഈക്വൽ ടു അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലേ del dot b equal to 0. അത് എഴുതി വെച്ച് പോവാം. ഡെൽ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 0. ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. ഡെൽ ക്രോസ് ബി ഈക്വൽ ടു മ്യൂ സിഗ്മ ഇ പ്ലസ് മ്യൂ എപ്സിലോൺ Epsilon into dou E by dou T. മ്യൂ സിഗ്മ ഇ അല്ലായിരുന്നോ? ആ. ഇ പ്ലസ് mu epsilon മ്യൂ എപ്സിലോൺ ഒന്നും തിരിഞ്ഞു പോകല്ലേ, അത് നിങ്ങളോട് എഴുതി വരാൻ പറഞ്ഞു. എപ്സിലോൺ dou E ഡോ by ഇ dou ബൈ T. ഡോ ടി. ഓക്കെ, ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ നമ്മൾ റോ എഫ് 0 ആകുന്ന കേസിൽ ഒരു കണ്ടക്ടർ, അതായത് ഫ്രീ ചാർജുകൾ ഇല്ല, അത് മൂവ് ചെയ്യാൻ തുടങ്ങി അല്ലെ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി, അങ്ങനെ അസ്യൂം ചെയ്താൽ മതി. അങ്ങനെയുള്ള ഒരു ഗുഡ് കണ്ടക്ടറിന്റെ കേസിൽ മാക്സ്വെൽസ് ഇക്വേഷനെ വീണ്ടും മോഡിഫൈ ചെയ്തു. ഇനി ഫ്രം ദി ഇക്വേഷൻ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് del square E is equal to mu epsilon dou square E by dou T square plus mu sigma into dou E by dou T. That is equation number 48. Or not, del square B is equal to mu epsilon dou square B by dou T square plus mu sigma dou B by dou T. ഇതാണ് തന്നിരിക്കുന്ന ഇക്വേഷൻ. നമുക്ക് തെളിയിച്ചെടുക്കണം. ഇനി ഈ 4 ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷൻ എങ്ങനെ തെളിയിക്കും? നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഓരോന്നിനെ 1, 2, 3, 4 എന്ന് എടുക്കാം. ഇക്വേഷൻ 3 എടുക്കുക. ദാറ്റ് മീൻസ് ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. ആ ഇക്വേഷന്റെ കേൾ എടുക്കുക. അപ്ലൈ കേൾ. കേൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡെൽ ക്രോസ് ഡോ ബി ബൈ ഡോ ടി. ഇനി ഡെൽ ക്രോസ് ഇയുടെ ഇക്വേഷൻ പറഞ്ഞാരേലും സംയുക്ത. ഡെൽ ക്രോസ് ഇ എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തത്? നേരത്തെ ഞാൻ ചെയ്തു തന്നാ ഇക്വേഷൻ മാനേജ്. ഡെൽ ഇൻറ്റു ഡെൽ ഡോട്ട് എ. നിൽക്കുന്നത് അത് ഡെൽ ഡോട്ട് എയുടെ ഇക്വേഷനാണ്. അപ്പൊ അതിന് പകരം ഇ ആയിട്ട് പറഞ്ഞാൽ മതി. ഡെൽ ഇൻറ്റു ഡെൽ ഡോട്ട് ഇ. വെരി ഗുഡ്. ഡെൽ ഡോട്ട് ബി മൈനസ് ഡെൽ സ്ക്വയർ ബി. അല്ല, ഇവിടെ ഇ അല്ലേ കിടക്കുന്നത്? ഞാൻ അങ്ങനെ ചോദിക്കുമല്ലായിരുന്നു. ഡെൽ ഇൻറ്റു ഡെൽ ഡോട്ട് ടി തെറ്റിയും പോയല്ലോ. മൈനസ് ഡെൽ സ്ക്വയർ ഇ ഈക്വൽ ടു മൈനസ് ഡെൽ ക്രോസ് ഡോ ബി ബൈ ഡോ ടി. ഇല്ലല്ലേ, പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ലല്ലോ അല്ലേ? അങ്ങനെ കിടക്കട്ടെ. നല്ലൊരു കാര്യം ചെയ്യാം. നമുക്ക് ഡോ ബൈ ഡോ ടീനെ പുറത്തോട്ട് എടുത്താൽ എങ്ങനെ എഴുതാം? മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ക്രോസ് ബി എന്ന് എഴുതത്തില്ലേ? ശരിയല്ലേ? ശരിയാണോ സംയുക്ത? ഒരാളോട് ചോദിച്ചാൽ അതിന്റെ ബാക്കി അയാൾ തന്നെ കണ്ടിന്യൂ ചെയ്യും കേട്ടോ. ഇതിപ്പോ ശരിയല്ലേ? ഇനി ഇതിനകത്ത് ഡെൽ ഡോട്ട് ടി എത്രയാണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞേ? മോളിൽ എഴുതി വെച്ചേക്കുന്ന 1 അനുസരിച്ച് ഡെൽ ഡോട്ട് ഇ 0. പിന്നെ ഡെൽ ക്രോസ് ബിക്ക് നാലാമത്തതും കൊടുക്കാലോ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാവും? ഡെൽ ഇത് 0 ആയി. അത് എഴുതണ്ട, പോട്ടെ. മൈനസ് ഡെൽ സ്ക്വയർ ഇ. മൈനസ് ഡെൽ സ്ക്വയർ ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് മ്യൂ സിഗ്മ ഇ പ്ലസ് മ്യൂ എപ്സിലോൺ ഡോ ഇ ബൈ ഡോ ടി. നെഗറ്റീവിന് അങ്ങോട്ട് രണ്ടെണ്ണം ക്യാൻസൽ ചെയ്ത് കളയാല്ലേ? രണ്ട് വശത്ത് ഓരോ നെഗറ്റീവ് ഉണ്ട്, വേണേ നെഗ്ലക്ട് ചെയ്തേക്കാം. അപ്പൊ എങ്ങനെയാവും? ഡെൽ സ്ക്വയർ ഇ ഈക്വൽ ടു
മ്യൂ സിഗ്മ ഇതും കൊണ്ടുവന്ന ഡോ ഇ ബൈ ഡോ ടി, ശരിയല്ലേ? പ്ലസ് മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ. കിട്ടിയോ? നമ്മുടെ ഇക്വേഷൻ കിട്ടിയോ? 48 മ്യൂ എപ്സിലോൺ ഇനൊന്ന് റീഅറേഞ്ച് ചെയ്ത് തിരിച്ചെഴുതിയാൽ മതി. മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ പ്ലസ് മ്യൂ സിഗ്മ ഡോ ഇ ബൈ ഡോ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 48. കണ്ടോ? നമുക്ക് ഇങ്ങനെ വേണേൽ ഇത്രയും എഴുതി നിങ്ങൾക്ക് ഞാൻ ചെയ്ത പോലെ ചെയ്തെടുത്താം. നിങ്ങൾ പഠിക്കാൻ എളുപ്പമായിരിക്കും. അല്ലെ ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. ഈ സ്റ്റെപ്പുകൾ ചെയ്തത് മനസ്സിലായില്ലേ മിസ്പ? സ്റ്റെപ്പുകൾ സിമ്പിൾ അല്ലേ ഇത് ചെയ്യാൻ? നമ്മുടെ ഈ ഇക്വേഷൻ, അതായത് ഇക്വേഷൻ 3ന്റെ കേൾ എടുക്കുക, പിന്നെ ഒന്നും ചെയ്യണ്ട, ചെയ്തു പോന്നാ മതി. അപ്പോഴത്തേന് ഡെൽ സ്ക്വയർ ഇ ഈസ് ഈക്വൽ ടു മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ പ്ലസ് മ്യൂ സിഗ്മ ഡോ ഇ ബൈ ഡോ ടി കിട്ടും. എന്നാൽ നിങ്ങൾ ഇത് കണ്ടുപിടിച്ചേ, ഏത് ഇക്വേഷനെ എന്ത് ചെയ്താൽ എങ്ങനെ ചെയ്താൽ ഈ സ്റ്റെപ്പിൽ എത്താൻ പറ്റും? എങ്ങനെ എത്തണം? ഡെൽ സ്ക്വയർ ബി ഇസ് ഈക്വൽ ടു മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ ബി ബൈ ഡോ ടി സ്ക്വയർ പ്ലസ് മ്യൂ സിഗ്മ ഡോ ബി ബൈ ഡോ ടി. പറഞ്ഞു തരാൻ എന്നാ ഉണ്ടെന്ന്. ടേക്ക് ദ കേൾ ഓഫ് ഇക്വേഷൻ നമ്പർ 4. ഇക്വേഷൻ നമ്പർ 4ന്റെ കേൾ എടുക്കുക. രണ്ട് സൊല്യൂഷൻ കിട്ടും. ഡെൽ സ്ക്വയർ ഇ ഇസ് ഈക്വൽ ടു മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ പ്ലസ് മ്യൂ സിഗ്മ ഡോ ഇ ബൈ ഡോ ടി. അതിന്റെ ഇക്ക് പകരം ബി ആയി അല്ലേ? ആ ഒരു വ്യത്യാസമല്ലേ ഇതിനകത്തുള്ളൂ. സെയിം ഇക്വേഷൻ. സോ നൗ ദ സൊല്യൂഷൻ ഓഫ് ദിസ് വേവ് ഇക്വേഷൻ, ഇതിന്റെ വേവ് ഇക്വേഷൻ ആണ് ഇ ഓഫ് ഇസഡ് ടി. ഇസഡ് ടി എന്ന് പറഞ്ഞാൽ ഇസഡ് ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് വേവ്. എവിടെയാണ്? കണ്ടക്ടറിൽ. ഇ ഓഫ് ഇസഡ് ടി ഈസ് ഈക്വൽ ടു E0 e raised to I into നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ തന്നെ കെ ഇസഡ് മൈനസ് ഒമേഗ ടി. അതുപോലെ ബി ഓഫ് ഇസഡ് ടി ഈസ് ഈക്വൽ ടു B0 e raised to I into കെ ഇസഡ് മൈനസ് ഒമേഗ ടി. അത് രണ്ടിനോട് ഇക്വേഷൻ നമ്പർ 50 എന്നിട്ട്. അപ്പൊ നമ്മള് ഇയുടെയും ബിയുടെയും ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി പറയുന്നത് ഇൻ ദ കേസ് ഓഫ് എ കണ്ടക്ടർ, in the case of a conductor, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ കണ്ടക്ടറിലെ കെ എന്ന് പറഞ്ഞാൽ എന്നാണ്? നമ്മുടെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. ഈ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് കെയുടെ വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കെ സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് മ്യൂ എപ്സിലോൺ ഒമേഗ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു മ്യൂ സിഗ്മ ഒമേഗ. അറിഞ്ഞിരിക്കണം, പഠിക്കണം. എന്നുവെച്ചാൽ ഈ കെ സ്ക്വയറിന്റെ വാല്യൂ, ഈ അതിലെ കെയുടെ വാല്യൂ ഇതിനകത്ത് കൊടുക്കുമ്പോഴേ ഈ സൊല്യൂഷൻ കിട്ടുള്ളൂ. ആ സൊല്യൂഷനിൽ അദ്ദേഹം കണ്ടുപിടിച്ചാണ് കെ സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് മ്യൂ എപ്സിലോൺ ഒമേഗ സ്ക്വയർ പ്ലസ് ഐ മ്യൂ സിഗ്മ ഒമേഗ. മ്യൂ എപ്സിലോൺ ഒമേഗ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു ഇത് എന്നതാണ്? ഇതൊരു റിയൽ പാർട്ടും ഇതൊരു ഇമാജിനറി പാർട്ടും അല്ലെ? അപ്പൊ ഈ കെ സ്ക്വയറിന് അല്ലെങ്കിൽ കെയ്ക്ക് തന്നെ രണ്ട് പാർട്ടുണ്ട്. കെ പ്ലസ് ഐ ഇൻറ്റു കാപ്പ. കാപ്പാന്നോ? അതായത് കെ തന്നെ മറ്റൊരു രീതിയിലാണ് നമ്മൾ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. അതൊട്ടും അല്ല, ഇത് തന്നെ കെ ഇങ്ങനെ എഴുതുക, ഇങ്ങനെ വെച്ചിട്ട്. അപ്പൊ ഇതിനൊരു റിയൽ പാർട്ടും ഉണ്ട്, ഒരു ഇമാജിനറി പാർട്ട് കൂടുതലായിട്ട് വന്നു. എവിടെ? ഇൻ ദ കേസ് ഓഫ് എ കണ്ടക്ടർ.
ഇനി ഈ കെയുടെ വാല്യൂ ഈസ് ഒബ്റ്റൈൻഡ് ആസ് where k is equal to omega into root of epsilon mu by 2 അതും റൂട്ടിനകത്താണ് into 1 plus sigma by epsilon omega whole square ഇത്രയും റൂട്ടിനകത്താണ് പ്ലസ് 1 ഓൾ റേസ് ടു 1/2. ഇതാണ് കെയുടെ വാല്യൂ എന്ന് കണ്ടുപിടിച്ചു. ദെൻ ഇമാജിനറി പാർട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ +1 മാറി -1 ആ ഒരു വ്യത്യാസമുള്ളൂ. ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എപ്സിലോൺ മ്യൂ ബൈ 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് സിഗ്മ ബൈ എപ്സിലോൺ ഒമേഗ ഓൾ സ്ക്വയർ -1 all raised to 1/2. That was our equation number 51. അവിടെ കൊണ്ട് നിൽക്കട്ടെ. അപ്പം പറഞ്ഞു തീർന്നില്ല, നാളെ ശരിക്കുള്ള കാര്യം പറഞ്ഞു വരുള്ളൂ. ഇന്ന് നമ്മൾ പറഞ്ഞു ഇക്വേഷൻ ഇങ്ങനെ എഴുതി മാക്സ്വെൽ ഇക്വേഷൻ എഴുതി ഇയും ബിയും സോൾവ് ചെയ്ത് വെച്ചു. സോൾവ് ചെയ്ത് വെച്ചപ്പോൾ എന്ത് പറ്റി? കെ വെക്ടറിന് ഇതിനു മുമ്പ് വരെയുള്ള അല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. കെ വെക്ടറിന് 2 പാർട്ടുണ്ട്. ഒരു റിയൽ പാർട്ടും ഉണ്ട്, ഒരു ഇമാജിനറി പാർട്ടും ഉണ്ട്. ഒരു കണ്ടക്ടറിലൂടെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പോകുമ്പോൾ അതിന് റിയൽ പാർട്ടും ഉണ്ട്, ഇമാജിനറി പാർട്ടും ഉണ്ടെന്ന് പറയും. അതിന് റിയൽ പാർട്ടിനെ നമ്മൾ വേവ് വെക്ടർ ചെറിയ കെ കൊണ്ട് തന്നെ എഴുതി. ഇമാജിനറി പാർട്ടിനെ ഇപ്പം ഞാൻ കാപ്പ എന്ന് വിളിക്കാം. കാപ്പ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് എഴുതി. അതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂവും തന്നു. ഇവിടം വരെയും ക്ലിയർ അല്ലേ? ബില്ലേ? ആ സാർ ക്ലിയർ ആണ്.